ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിലുള്ള കുറഞ്ഞ ചേരുവയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിക്കുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുത്തത്. അതിലൊരു ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തുടഞ്ഞു പോയിട്ടുണ്ട്. വെന്തുടയേണ്ട ആവശ്യമില്ല, ഒന്ന് കറക്റ്റ് പാകത്തിന് വേവിച്ചാൽ മാത്രം മതി. ഞാനിതിപ്പോൾ ഇവിടെ ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉരുളക്കിഴങ്ങിൽ നല്ലപോലെ വെള്ളത്തിൻ്റെ പറ്റുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൊടികൾ ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ 3 സ്ലൈസ് ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടുള്ള വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ബ്രെഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അരിപ്പൊടി അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ റവയോ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പം നല്ല പോലെ തന്നെ കൈ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചേർക്കുന്ന പൊടിയുടെ അളവ് നമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെ പറ്റിനനുസരിച്ച് വ്യത്യാസം വരും. ഒരുപാട് വെള്ളമൊക്കെ ഉള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പൊടി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നോക്കി നോക്കി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കയ്യിലൊന്നും ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാനൊന്നും പാടില്ല. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉരുട്ടിയെടുക്കാം. റൗണ്ട് ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയറിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ഉരുള എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഒന്ന് മുറിച്ച് കളയുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മളപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാനാണ് പോകുന്നത്. എത്ര വലുപ്പത്തിലാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പം എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഞാനിവിടെ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പാത്രത്തിൽ എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇട്ട് കൊടുത്തപാടെ ഇളക്കാതിരിക്കുക. കുറച്ച് നേരം അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഇതുപോലെ എണ്ണയുടെ മുകളിലേക്ക് ഒന്ന് പൊന്തി വരും. അതിനുശേഷം മാത്രം അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ മാറും, പക്ഷേ ഉള്ളോളം വെന്ത് വരില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഞാനിപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാവുന്ന ഒരു ഫ്ലേവറിലാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാകുക. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്ക് ഇരിക്കുക. ചൂടോടുകൂടി സെർവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാകും. സമയം കഴിയുന്തോറും ക്രിസ്പിനെസ് ചെറുതായിട്ട് കുറഞ്ഞു വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.